നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ NIOSനെ പറ്റിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പല കുട്ടികളും കരിയർ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം സംശയങ്ങൾ പലപ്പോഴായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൂടെ മറുപടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം ആയിട്ട് കുട്ടികൾ ചോദിക്കുന്നത്, സാറേ NIOS എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷാ ബോർഡാണ്. അപ്പം +2 ഡിപ്ലോമ ലെവൽ വരെയുള്ള പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരീക്ഷാ ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അത് കേരള സർക്കാരും PSCയും കേരള യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡാണ്. അടുത്ത ചോദ്യങ്ങൾ NIOSൽ എത്ര അംഗീകൃതമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 2-3 കണ്ടീഷൻസ് ഉണ്ട്. കേരള ഗവൺമെൻറ് ഇത് അംഗീകരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞേക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് നിർബന്ധമായിട്ട് എടുത്താൽ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. ഇന്ന വിഷയങ്ങൾ പഠിച്ചിരിക്കണമെന്നുള്ളത്. +2ൻ്റെ 10നും അവർ പറയുന്ന വിഷയങ്ങൾ പഠിച്ച് പാസ്സായി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് കേരള ഗവൺമെൻറ്റും PSCയും യൂണിവേഴ്സിറ്റിയും എല്ലാം അംഗീകരിക്കും. കേരള ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനകത്ത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. അടുത്ത ചോദ്യം, എത്ര വിഷയങ്ങൾ പഠിക്കണമെന്നാണ്. അപ്പം പലർക്കും ഒരു അവിശ്വാസം തോന്നുന്നത്, കേരളത്തിൽ 6 വിഷയങ്ങൾ +2ന് പഠിക്കണമല്ലോ, NIOSൽ എന്തുകൊണ്ട് 5 വിഷയങ്ങളെന്ന്. NIOS ദേശീയ തലത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് 5 വിഷയങ്ങൾ പഠിച്ചാൽ മതി. കേരളത്തിൽ കുട്ടികൾക്ക് അധിക സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിഷയം കൂടെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത ചോദ്യം, പാസ്സാവാൻ എളുപ്പമാണോ? തീർച്ചയായിട്ടും ഇതൊരു നാഷണൽ ലെവൽ പരീക്ഷാ ബോർഡായതുകൊണ്ട് പരീക്ഷയുടെ ചിട്ടവട്ടങ്ങളും പരീക്ഷയുടെ രീതിയും എല്ലാം ദേശീയ തലത്തിൽ നിലവാരമുള്ളതാണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ പഠിച്ച് വൃത്തിയായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. അടുത്ത്, ഏത് മീഡിയത്തിൽ പഠിക്കാൻ എളുപ്പമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് NIOSൻ്റെ നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് SSLCക്ക് നമ്മൾ സെക്കൻഡറി എന്നാണ് പറയുന്നത്. സെക്കൻഡറിയിൽ നമുക്ക് മലയാളം മീഡിയം പഠിക്കാം, എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ പഠിക്കാം. എല്ലാ വിഷയങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഭാഷ മലയാളത്തിൽ പഠിക്കാൻ പറ്റത്തില്ല, ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം. പിന്നെ +2ന് വരുമ്പോഴത്തേക്ക് നമുക്ക് 5 വിഷയങ്ങളിൽ പരമാവധി 2 ഭാഷയും 3 വിഷയങ്ങളും പഠിക്കണം. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരിക്കും, ഉത്തരം നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും, ഉത്തരം നമുക്ക് മലയാളത്തിൽ എഴുതാമെന്ന് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ചോദ്യം വരുന്നത് പരീക്ഷാ കേന്ദ്രങ്ങളെ പറ്റിയിട്ടാണ്. പരീക്ഷാ കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ അതാത് ജില്ലയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളായിരിക്കും NIOSൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മറ്റ് സർക്കാർ സ്കൂളുകളും പരീക്ഷാ കേന്ദ്രമായിട്ട് നിശ്ചയിക്കും. ഒരു ജില്ലയിൽ 1-2 പരീക്ഷാ കേന്ദ്രങ്ങൾ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അടുത്ത ചോദ്യം വരുന്നത് എപ്പോഴൊക്കെയാണ് പരീക്ഷ എന്നുള്ളതാണ്. അതായത് 2 പരീക്ഷയാണ് ഒരു വർഷം നടക്കുന്നത്, മാർച്ചിലും സെപ്റ്റംബറിലും. ഈ മാർച്ചിലും സെപ്റ്റംബറിൽ പരീക്ഷ പോയി കഴിഞ്ഞിട്ട് ഇതിൽ തോറ്റ കുട്ടികൾക്ക് ബാക്കി 8 മാസങ്ങളും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിശ്ചിത കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. അതായത് NIOSലെ എല്ലാ മാസങ്ങളിലും പരീക്ഷ നിലവിലുണ്ട്. അടുത്ത ചോദ്യം, റിസൾട്ട് എപ്പോൾ വരുമെന്നാണ്. പരീക്ഷ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ ചോദിക്കുന്നത് റിസൾട്ട് എപ്പോൾ വരുമെന്നാണ്. NIOSൻ്റെ പരീക്ഷ തീർന്നു കഴിഞ്ഞിട്ട്, നിങ്ങളുടെ പരീക്ഷയല്ല, NIOSൻ്റെ മൊത്തം പരീക്ഷാ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം 45 ദിവസത്തിനകത്ത് റിസൾട്ട് വരുന്നതാണ് NIOSൻ്റെ രീതി. അടുത്ത്, NIOSൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ SSLC സെക്കൻഡറി പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിൽ സീനിയർ സെക്കൻഡറി പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഡിഗ്രിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും IGNOയിലും നിങ്ങൾക്ക് കോഴ്സുകൾ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം വരുന്നത് പ്രാക്ടിക്കൽ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. നമുക്ക് പ്രാക്ടിക്കൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കുട്ടിയെ +2നോ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറിക്കോ നമുക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു സ്കൂൾ നമുക്ക് പഠന കേന്ദ്രമായിട്ട് അനുവദിക്കും. നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കുള്ള പഠന കേന്ദ്രം അനുവദിക്കും. ഈ പഠന കേന്ദ്രം ഒരു സ്കൂളായിരിക്കും. ആ സ്കൂളിൽ നമുക്ക് ആ സ്കൂളുകാർ അതിന് വേണ്ട പ്രാക്ടിക്കൽ കണ്ടക്ട് ചെയ്യുന്നതുമാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അവിടെ നിന്ന് പഠിക്കാം, അവിടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയും കൊടുക്കാം. അടുത്ത ചോദ്യം ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ മറ്റ് ബോർഡിൽ നിന്നും പാസ്സായ വിഷയങ്ങൾ നമുക്ക് NIOSൽ പാസ്സാവാൻ പറ്റും, NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
പലരും ചോദിക്കുന്ന ചോദ്യം, സാർ ഞാൻ ഒരു വിഷയമേ തോറ്റിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് ഒരു വിഷയമായിട്ട് എഴുതാൻ പറ്റൂ? ഇല്ല. ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പരമാവധി 2 വിഷയങ്ങൾ മാത്രമേ വേറൊരു ബോർഡിൽ നിന്നും NIOSലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളും നാഷണൽ ഓപ്പൺ സ്കൂളും ICSEയും CBSEയും പോയിട്ട് ബാക്കി എല്ലാ ബോർഡുകൾക്കും 2 വർഷത്തിനകത്ത് നമ്മൾ നേടിയ ക്വാളിഫിക്കേഷൻ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റ് ബോർഡുകളിൽ നിന്ന് 5 വർഷം വരെ ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ്. അടുത്ത ചോദ്യം, NIOSൽ ഡിഗ്രി ഉണ്ടോ എന്നാണ്. NIOSൽ ഡിഗ്രി ഇല്ല. ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇഗ്നോയിലോ നമുക്ക് ചേരാം. ബാക്കി കേരളത്തിലെ കോഴ്സുകൾക്ക്, റെഗുലർ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ചേരാൻ സാധിക്കും.